എന്താണ് ഇവിടെ ഒറ്റക്കിരിക്കണം? ഒന്നുമില്ല ഏട്ടാ, ഞാൻ വെറുതെ പ്രാർത്ഥിക്കായിരുന്നു. ഒറ്റക്കിരുന്ന് എന്താണ് ഒരു പ്രാർത്ഥന? ഏട്ടാ, മിസ് തീരാണ് ഞങ്ങളുടെ തീരട്ടെ, നമുക്ക് വേറെ കമ്പനി നോക്കിയാ പോരെ? എടി, ബിടെക്കും MBA ഒക്കെ പഠിച്ചവർക്ക് പോലും അവിടെ പണിയില്ല. പിന്നെയല്ല എൻ്റെ കാര്യം. ഞാൻ അവിടെ ചെന്നിട്ട് നിനക്കൊരു വിസിറ്റിംഗ് എടുത്ത് അയച്ചില്ല. അവിടെ കുറെ നാള് ഞാൻ ഉണ്ടായതല്ലേ. ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞ അവിടുത്തെ ചൂടത്ര നല്ലതല്ല. ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും നമ്മൾ തന്നെ കൊച്ചിനെ ഉണ്ടാക്കണമെങ്കിൽ വിചാരിക്കണം. അല്ലാതെ 24 മണിക്കൂറും അമ്പലം വഴിപാട് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. 3-4 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടോ ഏട്ടന് തീരെ ദൈവവിശ്വാസം ഇല്ല, അതിന്റെ കുറവാ അതൊക്കെ. അതെ അതെ, ഞാൻ മുടക്കാനില്ല. നല്ലൊരു ദിവസം കൂടെ കളയണേതിന്. അല്ലെങ്കിൽ ഇന്ന് പറ്റില്ല ഏട്ടാ. ഇന്നല്ല അമ്പലത്തിൽ സന്താന ഗോപാല പൂജ ചെയ്തത്. അപ്പൊ ഞാൻ വൃത്തിയോടെ ശുദ്ധിയോടെ ഇരിക്കണം. അതല്ല ഞാൻ ആഹാരം പോലും കഴിക്കാണ്ട് ഇവിടെ വന്നിരിക്കണ, പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. എടി, ഞാനും മനുഷ്യനാണ്. നീയും അമ്മയും കൂടെ ഈ പൂജ വഴിപാടെന്ന് പറഞ്ഞിങ്ങനെ നടക്കണതിന് പൈസ വേണ്ടേ? അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പൈസ അയച്ചു തരാം. നിങ്ങൾ എന്തെന്ന് വെച്ചാൽ അയക്കോ. അയ്യോ, അപ്പൊ ജോത്സ്യനെ കാണണ്ടേ? ഇനി അതായിട്ട് എന്തിനു കുറയ്ക്കണത്? ഞാൻ അവിടെയും വരാം. ഇപ്പൊ നിങ്ങൾ തൊടാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ പൂജ ചെയ്ത ദിവസം. നമുക്ക് കിടക്കാം. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം. എന്നാ ഞാൻ കിടക്കട്ടെ? ഞാൻ വരണേ കേട്ടോ. അധികം നേരം ഉറക്കൊഴിക്കല്ലേ.